ഇന്ന് ഞാൻ നിങ്ങളെ വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്ക് ശരിക്കും ഒരു പ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. സത്യത്തില് ഒരു മനുഷ്യായുസില് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതായത് ഒരു ക്ഷേത്രത്തില് ഒരു പ്രതിഷ്ഠ കഴിഞ്ഞാൽ പുനഃപ്രതിഷ്ഠ നടത്തുന്നത് ഏകദേശം ഒരു വളരെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. പിന്നീട് ആ ക്ഷേത്രത്തിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രവീകരണങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ മാത്രമായിരിക്കും പിന്നീട് പുനഃപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഇവിടുത്തെ ഞാനിപ്പോ നിൽക്കുന്നത് പുന്നപുരം ഭഗവതി ക്ഷേത്രത്തിലാണ്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകള് ബാലാലയത്തിലോട്ട് മാറ്റിയിരുത്തിയതിനു ശേഷമായിട്ട് ക്ഷേത്രമൊക്കെ നന്നായിട്ട് നവീകരിച്ചു. നല്ല അടിപൊളിയായിട്ട്, അടിപൊളി എന്ന് പറയാൻ വളരെ ഭക്തിസാന്ദ്രമായിട്ട് അലങ്കരിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നവകത്തിന് അല്ല ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങിനുള്ളത്, നവകമല്ല ഇത്, പുനഃപ്രതിഷ്ഠാ ചടങ്ങിനുള്ള കലശങ്ങളും കാര്യങ്ങളുമൊക്കെ, പുനഃപ്രതിഷ്ഠയ്ക്കുള്ള കലശങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പൂജിച്ചതിന് ശേഷം വേണം അപ്പുറത്തുനിന്ന്, അതായത് ഇതുകൊണ്ട് തൊട്ടപ്പുറത്തെ ഇടത് സൈഡിൽ കാണുന്ന സിമന്റ് കൊണ്ടിട്ട് കെട്ടിയതാണ് ശരിക്കും ബാലാലയ പ്രതിഷ്ഠ, അതായത് ദേവിയെ താൽക്കാലികമായിട്ട് ഇരുത്തിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും രണ്ട് പ്രതിഷ്ഠകളാണുള്ളത്. ഒന്ന് ദുർഗാ ഭഗവതിയും രണ്ട് ഗണപതി, പിന്നെ നാഗര് അവിടെ ഉണ്ട്. നാഗരെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ നാഗരെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യമുള്ളത്, നാഗർക്ക് ശരിക്കും അഷ്ടബന്ധം ഇടാറില്ല. ഇത് ഹരിദാസൻ ചേട്ടൻ എന്ന് പറയും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പാൽപ്പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. കാരണം ഇത് കണ്ടില്ലേ, ഇവിടെ ഇന്നിപ്പോ ഈ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം പൊങ്കാലയുണ്ട്. അപ്പൊ പൊങ്കാലയ്ക്ക് സ്ത്രീകളൊക്കെ കല്ലുമൊക്കെ അടുക്കി വെച്ച് എല്ലാം തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഹിന്ദു വിശ്വാസ പ്രകാരം ശരിക്കും പറഞ്ഞാൽ 7 ജന്മത്തിലെ പാപങ്ങൾ കഴുകിക്കളയുന്നതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത് അതില് പിന്നെ വളരെ നമ്മുടെ ഭക്തിസാന്ദ്രമായ രീതിയിൽ തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്ത് ആ ചടങ്ങിന്റെ ഒരു ഭാഗമായി മാറാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മുജന്മ പുണ്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ, നമ്മുടെ ജോലി ഇതാണല്ലോ, അപ്പൊ അങ്ങനെ കുറെ പ്രതിഷ്ഠാ ചടങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ പുന്നപുരം ദേവി ക്ഷേത്രത്തിലെ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് ഞാൻ നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാം. പക്ഷേ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ക്ഷേത്രത്തിന്റെ പണി കണ്ടില്ലേ. സത്യത്തില് ഇത് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇവിടെ, പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് തന്നെ. ഇത് മരപ്പാണിയാണ്, അതായത് 2 തരത്തിലുള്ള പാണി ശരിക്കും പ്രതിഷ്ഠയ്ക്കുണ്ട്. ഒന്ന് തിമിലപ്പാണിയും ഒന്ന് മരപ്പാണി. അത് ശരിക്കും പറയാൻ മേളത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംഗതിയാണ്. അതായത് ആഗമനെ ദേവീഭ്യോ രാക്ഷസേഭ്യോ ന ചക്ഷുസേ, ദേവന്മാരെ ആഗമിപ്പിക്കാനും രാക്ഷസന്മാരെയൊക്കെ, അതായത് നെഗറ്റീവ് എനർജികളെയൊക്കെ അവിടെ നിന്ന് പുറന്തള്ളാനും വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാദ്യത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തന്ത്രിച്ചേട്ടൻ അങ്ങനെ പിന്നെ ബാലാലയത്തിൽ നിന്ന് വിഗ്രഹം എഴുന്നള്ളിക്കുന്ന ഇതിനു മുമ്പ് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിട്ട് ഇനിയിപ്പോ ആദ്യം തിമിലപ്പാണിയാണ്, അത് കഴിഞ്ഞ് മരപ്പാണി. അങ്ങനെ തിമിലപ്പാണി കൊട്ടി അതിനുശേഷം മരപ്പാണിയും കൂടെ കൊട്ടിയതിനു ശേഷമാണ് ശരിക്കും ആ ബാലാലയത്തിൽ നിന്ന് വിഗ്രഹത്തെ എഴുന്നള്ളിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഈ ക്ഷേത്രത്തിന്റെ പണി എന്ന് പറയുന്നുണ്ടല്ലോ മൊത്തം കല്ലിലാണ്, നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യത്തില് നാട്ടുകാരുടെയൊക്കെ വലിയ ഒരു സഹകരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്രയൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ നല്ല ചെലവാണ്. അപ്പൊ അത് ആ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റിയത്. അപ്പൊ എന്തായാലും പിന്നെ തിമിലപ്പാണി തുടങ്ങി ഇനി പഞ്ചവാദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ആഘോഷപൂർവ്വമാണ് ദേവിയെ പുറത്തോട്ട് എഴുന്നള്ളിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകൾ മൊത്തത്തിൽ ഒന്ന് കാണാം. പിന്നെ വിഗ്രഹം അങ്ങനെ കാണിക്കത്തില്ല, വിഗ്രഹം കാണിക്കാൻ പാടില്ല. കാരണം നിയമപ്രകാരം വിഗ്രഹം അങ്ങനെ ക്യാമറയിൽ വരുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ തെറ്റാണെന്നാണ് പ്രമാണം. അപ്പോ നമുക്കെന്തായാലും ഇനി അടുത്തത് പ്രതിഷ്ഠാ ചടങ്ങിന്റെ വിശേഷങ്ങൾ മൊത്തത്തിൽ ഒന്ന് കാണാം.
തിമിലപ്പാണി കഴിഞ്ഞു, മരപ്പാണിയും കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോ വിഗ്രഹത്തെ പുറത്തെഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പോഴത്തേന് പഞ്ചവാദ്യവും കൊട്ടിത്തുടങ്ങി. വിഗ്രഹത്തിലെ ആദ്യമേ നീരാഞ്ജനമൊക്കെ ഒഴിഞ്ഞ് അക്ഷതം തളിച്ച് വിഗ്രഹത്തെ പുറത്തെടുക്കുകയാണ്. മേൽശാന്തിയാണ് എഴുന്നള്ളിക്കുന്നത് കേട്ടോ. സത്യത്തില് ഇതിപ്പോ 7 ദിവസത്തെ ചടങ്ങാണ്. അതില് ഞാനിപ്പോ ലാസ്റ്റ് ദിവസത്തേത് മാത്രമാണ് ഇപ്പൊ കാണിക്കുന്നത്. ഒരുപാട് വിപുലമായ ചടങ്ങുകളാണ് ശരിക്കും ക്ഷേത്രത്തിന്റെ ഒരു പുനഃപ്രതിഷ്ഠ ചടങ്ങെന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് മിക്കവാറും ഒക്കെ പുനഃപ്രതിഷ്ഠ നടത്താറ്. ഇത് ശരിക്കും പറഞ്ഞാല് ഈ പ്രതിഷ്ഠയെ നമ്മൾ അവിടെ പീഠം ആദ്യമേ ഉറപ്പിക്കും. അതിനുശേഷം പീഠത്തില് യോനിനാളത്തിലാണ് വിഗ്രഹം ഇറക്കി വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഇറക്കി വെച്ചിട്ട് അഷ്ടബന്ധം ഇടും. അതായത് അഷ്ടബന്ധ കലശമാണ് ഇപ്പൊ ശരിക്കും പറയാൻ നടക്കുന്നത്. നടകളല്ല, അഷ്ടബന്ധ കലശം. ഇത് കിണറാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലെ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ടേ രാവിലെ തൊട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പം ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ഈ കിണർ കാണുന്നത്. കാരണം ഈ കിണറിൽ നിന്ന് അല്ല വെള്ളം എടുക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെള്ളം എടുക്കുന്നത് പറഞ്ഞാൽ പൈപ്പിൽ നിന്നാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ കിണർ കണ്ടത്. ഇത്രയും നേരമായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് കേട്ടോ. ഇനിയിപ്പോ ഇത് ആദ്യം ഗണപതി വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത്. അതിനുശേഷമാണ് ദേവി വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അത് ഈ അഷ്ടബന്ധം ഇടുക എന്ന് പറയുന്നത് വലിയ ഒരു ചടങ്ങാണ് കേട്ടോ. അഷ്ടബന്ധം ഇട്ടതിന് ശേഷം നമ്മൾ അത് 41 ദിവസക്കാലം ശംഖുപൊടിയിട്ട് ഇത് തിരുമണം. അതായത് അതിനൊരു ചെറിയ അലക് പോലൊരു സാധനമുണ്ട്. അലകെന്ന് പറഞ്ഞാൽ തടിയുടെ ഒരു ചെറിയൊരു സാധനമാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഉരച്ച് തിരുമി അത് നല്ല കട്ടിയാക്കി എടുക്കണം. നല്ല ജോലിയാ. രാവിലെ വന്നു കഴിഞ്ഞാൽ 41 ദിവസം നല്ല പണിയാ. കാരണം ഈ 41 ദിവസത്തേക്ക് അഭിഷേകമോ അല്ലെങ്കിൽ വേറെ മറ്റ് ചടങ്ങുകളൊന്നുമില്ല. തുളസിയില ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനത്തെ നിയമമുണ്ട്. കാരണം തുളസിയിലയൊക്കെ എന്ന് പറയുന്നത് നമ്മളെ തുളസിക്ക് വീര്യം കൂടിയ, അതായത് ഘ്രാണവീര്യം, മണം, ആ ഘ്രാണവീര്യം കൂടിയ പൂവായതുകൊണ്ട് ഒരുപക്ഷെ അഷ്ടബന്ധം ഇളകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. നല്ല തുളസിയാണെങ്കിൽ അതിന്റെ ഘ്രാണം കൊണ്ട് ആ അഷ്ടബന്ധത്തിന് ഇടിവുകൾ സംഭവിക്കും. അതിനിടയ്ക്ക് ഇവിടെ ഒക്കുന്ന രീതിയിലൊരു കരിമരുന്ന് പ്രയോഗം കേട്ടോ. അത് വളരെ കോമഡിയാ, രസമുണ്ട് കാണാൻ. എന്താ പറയാ, റോഡിലായതുകൊണ്ട് ഇഷ്ടിയൊക്കെ അടുക്കിയിട്ട് അതിന് നടുക്ക് ഇങ്ങനെ ആ കതിന വെച്ചിട്ട് അതേ കൂടാണ് വെടി. അയ്യോ. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം രാവിലത്തെ പ്രതിഷ്ഠാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് കലശവും അഷ്ടബന്ധ കലശവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഇവിടെ വിപുലമായ സംഗീത കച്ചേരി നടന്നുകൊണ്ടിരിക്കുക. ആ സംഗീത കച്ചേരിയുടെ നേരെ മുന്നിലായിട്ട് ഭഗവതി സേവയും നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ തന്ത്രി അദ്ദേഹത്തിന് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഗോശാല എന്ന് പറയുന്ന ഒരു അദ്ദേഹമുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ് ഈ ഭഗവതി സേവ നടത്താനായിട്ട്. അദ്ദേഹം ശബരിമല മേൽശാന്തിയായിട്ടും ആറ്റുകാൽ മേൽശാന്തിയായിട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. സത്യത്തില് ഈ അഷ്ടതളമൊക്കെ ഇട്ടതുണ്ടല്ലോ, ഈ പത്മം ഇട്ടതും ഒരുക്കിയതും ഒക്കെ ഞാനാകട്ടോ. ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാനാ. പിന്നെ അദ്ദേഹം വന്നുകൊണ്ട് അദ്ദേഹം ഭഗവത്സേവയ്ക്ക് ഇരുന്നു. അദ്ദേഹത്തിന് വന്നു പറഞ്ഞാൽ ഇരുന്നാൽ മതിയായിരുന്നു കേട്ടോ. ആ രീതി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാനും ആ പുറകിൽ നിൽക്കുന്ന പരികർമ്മി ചേട്ടൻ, ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇത് മൊത്തം ഒരുക്കി സെറ്റ് ചെയ്തത്. ഇവിടെ അങ്ങനെ സംഗീത കച്ചേരി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ കലാപരിപാടികൾ ഇതിന് ശേഷമുണ്ട്. അപ്പൊ ഇത് ഇപ്പോ ഈ സംഗീത കച്ചേരി നടന്നിട്ട് അടുത്തത് ഡാൻസോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭഗവതി സേവ കഴിഞ്ഞിട്ട് തുടങ്ങാനിരുന്നാൽ താമസിച്ചു പോകും. അപ്പോ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ നടത്തിക്കോളൂ, ഇവിടെ ഭഗവതി സേവ മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ ഭഗവതി സേവ ഒരു സൈഡിൽ അങ്ങ് നടന്നോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവതി സേവാ ചടങ്ങ് നടക്കുക. കർണാട്ടിലെ ഞാനും അവിടെ നിൽപ്പുണ്ട്. അയ്യോ, ഇനിയിപ്പോ ഇന്ന് എന്തായാലും ഒരു 9:30-10 മണിയാവും. എല്ലാം കൂടെ 10 മണിക്ക് തീരുമെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഒരു 10-10:30-11 മണിക്കകത്തേ എല്ലാം തീരുള്ളൂ. ഇന്നൂടെ കഴിഞ്ഞാൽ ഈ പ്രതിഷ്ഠാ ചടങ്ങിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഒരു 41 കലശമാണ്. അപ്പോൾ ആ 41 കലശത്തിന് മുമ്പാണ് ഈ 41 ദിവസവും നമ്മൾ ഈ അഷ്ടബന്ധം തിരുമി ഉറപ്പിക്കുന്നത്.
ആ അഷ്ടബന്ധം ആ വിഗ്രഹം രണ്ട് പീഠവും വിഗ്രഹവുമായിട്ട് ശരിയായ രീതിയിൽ സംയോജിക്കുന്നത് ആ ഒരു സമയത്താണ്. ഈ തിരുമണ്ണനെ ആശ്രയിച്ചിരിക്കും അതിന്റെ സംയോജനം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഫുൾ കല്ലില്, അതായത് തറ വരെയും അത് കല്ലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭഗവതി സേവയുടെ നിവേദ്യമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ചടങ്ങുകളൊക്കെ പൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഏറ്റവും വലിയൊരു ജോലിയുള്ളത് നാളെ ഇതെല്ലാം വൃത്തിയാക്കണം. അതിനിടയ്ക്ക് കണ്ടില്ലേ ഇവിടെ സ്റ്റേജില് ഒരു പ്രത്യേകതരം ഡാൻസ്, അത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയാ. കുറെ അമ്മമാരും സഹോദരിമാരും എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ഒരു ഡാൻസാ അത്. പക്ഷേ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ സംഭവം. നല്ലൊരു എക്സർസൈസ് കൂടാ കേട്ടോ. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി, നല്ല രസമായിരിക്കും കേട്ടോ. നല്ലൊരു എക്സർസൈസാ. ഓപ്പോ നല്ല ചാട്ടം ചാടണം കേട്ടോ. രാവിലെ നമ്മള് പിന്നെ യോഗയും ജിമ്മിലും ഒക്കെ പോകുന്നതിന് പകരം എല്ലാരും കൂടെ ചേർന്നേ ഒരു വീടിന്റെ ടെറസിലാവില്ലോ ഈ പാട്ട് വിട്ടിട്ട് ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. നല്ല എക്സർസൈസാ. അയ്യോ, ഒരു പ്രത്യേക നൃത്തച്ചുവടുകളാ കേട്ടോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതില്ലേ. ഇത് കണ്ടില്ലേ, ഭഗവത് സേവ കഴിഞ്ഞിട്ട് ഉള്ള പിന്നെ ഞങ്ങളുടെ ഒരുക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം അപ്പോഴത്തന്നെ ദീപാരാധനയായിപ്പോയി. അപ്പൊ ആ സമയത്ത് ഇത് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദീപാരാധന തൊഴാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതിനുശേഷം അതെല്ലാം വൃത്തിയാക്കി ക്ലിയർ ചെയ്തോളൂ. ഇനിയിപ്പം നമുക്കൊരു പണി കിടക്കുന്നതെന്ന് പറയാൻ, നാളെ ഇത് മൊത്തം കഴുകി വൃത്തിയാക്കി എൻ്റെ പൊന്നോ. അകത്ത് മെയിൻ വിഷയം എന്ന് പറഞ്ഞുണ്ടല്ലോ, അവിടെ ഈ ശരിക്കും ഇപ്പോൾ ഈ പുതുതായിട്ട് പണിഞ്ഞതായതുകൊണ്ട് കല്ലൊക്കെ പോളിഷ് ചെയ്തേ, വാർണിഷ് അടിച്ച് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് പൂ ഇറങ്ങി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. എല്ലാവർക്കും ബൈ.